നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ഈഴവ നായർ ഐക്യം അനിവാര്യമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഐക്യം തടഞ്ഞത് മുസ്ലിം ലീഗ് എന്നും വെള്ളാപ്പള്ളി. ഐക്യം വേണമെന്നും തടഞ്ഞത് ലീഗ് അല്ല എന്നും സുകുമാരൻ നായർ. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ CPM പിന്തുണയോടെ എന്ന് PMA സലാം. VD സതീശനെതിരെ കടുത്ത വിമർശനം തുടർന്ന് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും. സതീശൻ ഇന്നലെ പൂത്ത തകരയെന്ന് വെള്ളാപ്പള്ളി. വർഗീയതയ്ക്ക് എതിരെ പറയാൻ സതീശന് എന്ത് യോഗ്യതയെന്ന് സുകുമാരൻ നായർ. വർഗീയതയ്ക്ക് എതിരായ നിലപാടിൽ വെള്ളം ചേർക്കില്ലെന്നും അതിന്റെ പേരിൽ തോറ്റാലും കുഴപ്പമില്ല എന്നും VD സതീശൻ. ശബരിമലയിൽ സ്വർണ്ണക്കടത്ത് നടന്നതായി ശാസ്ത്രീയ പരിശോധനാ ഫലം. സ്ഥിരീകരണം VSSC നൽകിയ റിപ്പോർട്ടിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച കട്ടില ദ്വാരപാലക പാളികളിൽ സ്വർണത്തിന്റെ കുറവ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറക്കം. സ്വർണ്ണക്കപ്പിനായി 1003 പോയിന്റോടെ കണ്ണൂരിന്റെ കുതിപ്പ്. രണ്ടാമത് തൃശൂർ. കോഴിക്കോട് 3-ാം സ്ഥാനത്ത്. സമാപന സമ്മേളനം വൈകിട്ട് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. മോഹൻലാൽ മുഖ്യാതിഥി. CPM മുൻ MLA S രാജേന്ദ്രൻ BJPയിൽ. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ലെന്ന് രാജേന്ദ്രൻ. ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണം അമേരിക്കയും ഇസ്രയേലുമെന്ന് ഇറാൻ പരമോന്നത നേതാവ്. ട്രംപ് ക്രിമിനൽ എന്നും ആയത്തുള്ള അലി ഖമേനി. സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്നത് ഇറാൻ നിർത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള നീക്കത്തെ എതിർത്ത 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തി ട്രംപ്. ഇന്ത്യ ന്യൂസിലാൻഡ് 3-ാം ഏകദിനം ഇന്ന് ഇൻഡോറിൽ. ജയിക്കുന്നവർക്ക് പരമ്പര. മത്സരം 1:30 മുതൽ. വിജയ് ഹസാരെ ട്രോഫി ഫൈനലിൽ ഇന്ന് വിദർഭ സൗരാഷ്ട്ര പോരാട്ടം. നായർ ഈഴവ ഐക്യം അനിവാര്യമാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മറ്റു സമുദായങ്ങളുടെ അവകാശം പിടിച്ചുപറ്റാനില്ല. താൻ മുസ്ലിം വിരോധിയല്ല എന്നും മുസ്ലിം ലീഗിലെ വർഗീയതയെയാണ് എതിർക്കുന്നത് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മലപ്പുറം പരാമർശം വ്യാഖ്യാനിച്ച് തന്നെ വർഗീയവാദിയാക്കുകയാണ് ചെയ്തത്. നായർ ഈഴവ ഐക്യത്തോട് ലീഗ് യോജിച്ചില്ല എന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. അതേസമയം ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നത് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഈ ഹിന്ദു വിഭാഗങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്നത് കാലഘട്ടത്തിന് അനുയോജ്യമല്ല. അനുയായികൾക്ക് അത് തൃപ്തിയല്ല. ആ അനുയായികളായ ആളുകളെല്ലാം തന്നെ യോജിപ്പ് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു സത്യം നിലനിൽക്കുന്നു. നിർഭാഗ്യവശാൽ അത് പിന്നാലെ ആ യോജിപ്പ് വിയോജിപ്പായി മാറി. അത് മനഃപൂർവ്വമല്ല, അവിടെ കൊണ്ട് ഞങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് കാര്യം. സംവരണം പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടുനടന്നു. ഞാനതിൻ്റെ പുറകെ പോയി എന്നുള്ള സത്യമാണ്. പക്ഷെ കാര്യങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുറ്റബോധം എനിക്ക് മനസ്സിലായി. ചതിക്കപ്പെട്ടു. UDF ആണ് ചോദിച്ചതെന്ന് ഇന്ന് ചില പത്രത്തിലുണ്ട്. അന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഐക്യം വേണമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുവെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. ഐക്യം വേണമെന്നാണ് NSSന്റെ നിലപാട്. ഒരു മതവുമായും വിരോധത്തിന് പോകില്ല. അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതെ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം NSS SNDP ഐക്യം തടഞ്ഞത് ലീഗ് അല്ല എന്നും സുകുമാരൻ നായർ പറയുന്നു. അതേസമയം VD സതീശനെതിരെ രൂക്ഷ വിമർശനമാണ് സുകുമാരൻ നായർ ഉന്നയിച്ചത്. അതിന് താല്പര്യമുണ്ട് NSS. കാരണം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണത് എന്ന് മനസ്സിലാക്കുന്നു. NSSന്റെ നേതൃത്വവുമായി ആലോചിച്ച് അതിനനുകൂലമായ ഒരു തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സാമുദായിക ഐക്യം തകർത്തത് മുസ്ലിം ലീഗ് ആണെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശം ജൽപ്പനമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. അർഹിക്കുന്ന അവഗണനയോടെ ആ പരാമർശം തള്ളുന്നു. മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിച്ച് സമാധാന അന്തരീക്ഷം തകർക്കാമെന്നാണ് ശ്രമമെങ്കിൽ ആ വിലയിൽ വീഴില്ല. വെള്ളാപ്പള്ളി ഇതോടെ
വെള്ളാപ്പള്ളി ഇതൊക്കെ പറയുന്നത് CPM പിന്തുണയിലാണെന്നും സലാം പറഞ്ഞു. യൂത്ത് ലീഗ് കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതുകൂടി പരിഗണിക്കുമെന്നും ലീഗിന് വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും സലാം മലപ്പുറത്ത് പ്രതികരിച്ചു. NSS SNDP ഐക്യത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഇരു സംഘടനകളും യോജിക്കുന്നത് സാമുദായിക സൗഹൃദത്തിന് നല്ലതാണ്. എന്നാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീളുമോ എന്നതാണ് സംശയമെന്നും മുരളീധരൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒന്നിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാമുദായിക നേതാക്കന്മാർക്ക് അവരുടെ സമുദായത്തിൻ്റെ അവകാശങ്ങളെപ്പറ്റി പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ഹനിക്കപ്പെട്ടാൽ അതിന് കാരണക്കാരായിട്ടുള്ളവരെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അനാവശ്യമായി മറ്റ് സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ ഒരു സമുദായത്തിനും സ്വാതന്ത്ര്യമില്ല. അങ്ങനെ അധിക്ഷേപിച്ചാൽ അവർ വിമർശിക്കപ്പെടും. അത് ആ വിമർശിക്കുന്നവരെയാണ് വിമർശിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇന്നലെ പൂത്ത തകറിയാണ് VD സതീശൻ. സതീശനാണ് തനിക്കെതിരെ പറഞ്ഞത്. താൻ വർഗീയവാദിയാണെന്ന് രമേശ് ചെന്നിത്തലയോ വേണുഗോപാലോ AK ആന്റണിയോ പറയട്ടെ, അപ്പോൾ അംഗീകരിക്കാം. താൻ കോൺഗ്രസിന് എതിരല്ല, നേതാക്കളുമായി നല്ല ബന്ധവുമുണ്ട്. തന്നെ വേട്ടയാടുകയാണ് ചെയ്യുന്നത് എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഇന്നലെ പൂത്തൊരു തകരയുണ്ട് സതീശൻ. ഞാനതിനെപ്പറ്റി പറയുന്നില്ല, അപ്രസക്തൻ. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ഏറ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാരുണ്ട് കോൺഗ്രസിന്. ഞാൻ ഒരിക്കലും കോൺഗ്രസിനെതിരല്ല. AK ആന്റണി പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന്, രമേശ് ചെന്നിത്തല പറയട്ടെ, അവരെല്ലാം എത്രയോ സീനിയറായി, ഇളയാക്കൾ എത്രയോ സീനിയറായ ആളുകളാണ്. അവർ പറയട്ടെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്മിറ്റ് ചെയ്യാം. പക്ഷേ ഇന്നലെ ഉദിച്ചൊരു തകര അതാണ്. നിങ്ങളിവിടെ കാറ്, ഞാനെന്നാ കാറ് കണ്ടു, എന്നെല്ലാം ഉത്തരം ഞാൻ സുഖാനെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം കാറിനെ പറ്റി പറഞ്ഞപ്പോഴും നിങ്ങളൊന്ന് ആലോചിക്കണം, 80 കൊല്ലങ്ങൾക്ക് മുമ്പ്, സതീശനൊക്കെ ജനിക്കുന്നതിന് മുമ്പ്. VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും. ഒരു നേതാവ് സമുദായങ്ങളുടെ തിണ്ണ നിരങ്ങിയില്ലെന്ന് പറഞ്ഞു. ആ നേതാവ് സഭാ സിനഡ് യോഗം ചേർന്നപ്പോൾ തിണ്ണ നിരങ്ങാൻ പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സതീശൻ NSS തിണ്ണ നിരങ്ങി. വർഗീയതയ്ക്കെതിരെ പറയാൻ സതീശന് എന്ത് യോഗ്യതയാണെന്നും അദ്ദേഹം ചോദിച്ചു. സതീശനെ കോൺഗ്രസ് അഴിച്ചുവിട്ടിരിക്കുകയാണ്, KPCC പ്രസിഡന്റ് നോക്കുകുത്തിയാണോ എന്നും അദ്ദേഹം ചോദിച്ചു. രമേശ് ചെന്നിത്തലയ്ക്കുള്ള ഒരു യോഗ്യത എന്തെങ്കിലും കോൺഗ്രസ് നേതാവിന് ഉണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ഒരു നേതാവ് ഇവിടെ വന്ന് പോയ നേതാവ് NSSന്റെ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താണ്, സമുദായ സംഘടനകൾ തിണ്ണകേറി നരങ്ങരുതെന്ന് പറഞ്ഞത്. എന്നിട്ട് ഈ അടുത്ത ദിവസം എന്തെന്നാ ചെയ്തത്? ഈ വലിയ തത്വം പറയുന്നവര് കാനായ സഭയുടെ തിരുമേനിമാരെ കാണാൻ സിനഡ് കൂടിക്കൊണ്ടിരുന്നു. അപ്പൊ അവിടെ ചെന്ന് കാലം വീണ്ടില്ല. എന്തിനാ അങ്ങതേ പോയത്? എന്തിനാ പോയത്? അപ്പൊ അതുകൊണ്ട് അതൊന്നും പറയാൻ അവർക്കാർക്കും യോഗ്യതയൊന്നുമില്ല. നേതാക്കൾക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരുവനന്തപുരത്ത് സംസാരിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ. വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി പൊന്നാട അണിയിച്ചു. വെള്ളാപ്പള്ളി നടേശൻ ഭിന്നിപ്പിനുള്ള പലരുടെയും ഉപകരണമായി മാറുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം വർഗീയതയ്ക്കെതിരായ നിലപാടിൽ വെള്ളം ചേർക്കില്ല എന്നും അതിന്റെ പേരിൽ തോറ്റാലും കുഴപ്പമില്ല എന്നും VD സതീശൻ കൊച്ചിയിൽ പറഞ്ഞു. അപ്പൊ മതപരമായ സ്പർദ്ധ, ആര് വർഗീയത സംസാരിച്ചാലും അവർക്കെതിരായി ഞങ്ങൾ നിലപാടെടുക്കും. ഒരാളെ അധിക്ഷേപിച്ചിട്ടില്ല, അധിക്ഷേപിച്ചത് എന്നെയാണ്. ഞാൻ എന്നിട്ട് തിരിച്ചൊരു മറുപടിയും പറഞ്ഞില്ല. ഇതിനു മുമ്പ് എന്നെക്കുറിച്ച് വളരെ മോശമായ വാക്കുകൾ പറഞ്ഞു, ഇന്നലെയും മോശമായിട്ട് വാക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താണെന്ന് മറുപടി പറഞ്ഞത്? അദ്ദേഹം നല്ല പ്രായമായ ആളാണ്. ഇരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട ആളുകൾ ഇരുന്ന സ്ഥാനമാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ SNDPയും NSSും ഐക്യകാഹളം പ്രഖ്യാപിക്കുമ്പോൾ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ജി സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഒരേ സ്വരത്തിൽ കടന്ന് ആക്രമിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ തുടർചലനങ്ങൾ ഉണ്ടാകുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. NSSന്റെയും SNDPയുടെയും നേതാക്കന്മാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ പേരെടുത്ത് പ്രശംസിക്കുന്നതിന് പിന്നാലെ രാഷ്ട്രീയ നീക്കവും ഗൗരവത്തോടെ കാണേണ്ടതാണ്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽട്ട്, SNDPയും NSSും ഐക്യപ്പെടുന്നതിനേക്കാൾ CPMന് വേണ്ടി ആസൂത്രിതമായി ചില നീക്കങ്ങളിലേക്ക് കടക്കുന്നോ എന്ന് സംശയിക്കുന്ന രീതിയിലായി പോയി ഇരു നേതാക്കളുടെയും ഇന്നത്തെ വാർത്താ സമ്മേളനം. അതോടൊപ്പം VD സതീശനെതിരെയുള്ള ഇരു നേതാക്കളുടെയും ആക്രമണവും ശ്രദ്ധേയമായില്ലേ ഇന്ന്? അത് CPMന് വേണ്ടിയാണോ അതോ സതീശന്റെ പാർട്ടിയിലെ തന്നെ മറ്റാർക്കെങ്കിലും വേണ്ടിയാണോ എന്നതാണ് സംശയിക്കുന്നത്. അൻഫിൽട്ട്, തീർച്ചയായും അങ്ങനെ ഇത് ആകസ്മികമായി സംഭവിച്ച ഒരു വാർത്താ സമ്മേളനമാണെന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയുകയില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെതിരെ ആഞ്ഞടിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ വെള്ളാപ്പള്ളിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ ജി സുകുമാരൻ നായരും ഒരേ സമയത്ത് വാർത്താ സമ്മേളനം നടത്തുകയാണ് ചെയ്യുന്നത്. രണ്ടുപേരും സംസാരിക്കുന്നു ഒരേ ഭാഷയിലും ഒരേ രാഷ്ട്രീയ നിലപാടിൽ തന്നെ രണ്ടുപേരും സംസാരിക്കുന്നത്. ഇതിന് പിന്നില് ഈ തെരഞ്ഞെടുപ്പുകൾക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, നിർണായക തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ രണ്ട് സാമുദായിക നേതാക്കന്മാരാണ്. കേരള രാഷ്ട്രീയത്തിൽ എന്നും എക്കാലത്തെയും സാമുദായിക നേതാക്കന്മാരാണ് വെള്ളാപ്പള്ളി നടേശനും NSS മേധാവിയായിരിക്കുന്ന ജി സുകുമാരൻ നായർ. ഇവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ സംസാരിക്കുമ്പോൾ ഇതിന് പിന്നിലെ ഈ ഐക്യകാഹളം അത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് SNDP NSS എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന് പിന്നിൽ ഒരു CPMന്റെ ഒരു നീക്കം ഉണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ ചില സംശയങ്ങളും സൂചനകളും അതിലേക്ക് തന്നെയാണ്. കാരണം CPM നേരിട്ട് മുൻകൈയെടുത്താണ് NSSും SNDPയും ഒരുമിച്ച് ഐക്യകാഹളം ഉണ്ടാകണം, അല്ലെങ്കിൽ ഐക്യത്തോടെ മുന്നോട്ട് ഈ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവരുടെ ഒരു ഐക്യം ഉണ്ടാകണമെന്ന് CPM മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു എന്നതിൽ തർക്കവുമില്ല. പക്ഷെ അറിയേണ്ടത് അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് നിരയിലെ VD സതീശന്റെ എതിരാളികൾ, കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളുണ്ട്. ആ എതിരാളികൾ VD സതീശന്റെ വിയോജിക്കുന്ന ഒരു വിഭാഗം കൂടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന ചില സംശയങ്ങളിലേക്കും കൂടി വിരൽ ചൂണ്ടുകയാണ്. കാരണം രണ്ടുപേരും ഒരേ സ്വരത്തിൽ ഒരേ ഭാഷയിലുമാണ് VD സതീശനെ കടന്നാക്രമിക്കുന്നു. അതായത് ഒരു പടപ്പുറപ്പാട് തന്നെ ഈ രണ്ടുപേരും ഒരേ രീതിയിൽ നടത്തുമ്പോൾ VD സതീശന്റെ പേരെടുത്തു പറഞ്ഞാണ് ആശങ്ക. അത് വ്യക്തിപരമായി പോലും അദ്ദേഹത്തെ വിമർശിക്കുന്ന രീതിയിലേക്കൊക്കെ ഒരു ഘട്ടത്തിൽ രണ്ടുപേരുടെയും വാക്കുകൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അറിയേണ്ടത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ സ്വാഭാവികമായും KPCC അധ്യക്ഷൻ അല്ലെങ്കിൽ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഒരു വാക്കെങ്കിലും പറയുമോ എന്നുള്ളതും കൂടി ശ്രദ്ധേയമാണ്. അവർ പറഞ്ഞിട്ടില്ല, അവർ മൗനമാണ് പാലിക്കുന്നതെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയം വ്യക്തമാണ്. എന്നാൽ ഒരു പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ സ്വാഭാവികമായി ഇവർക്ക് പ്രതിരോധിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അതിൽ നിന്ന് പോലും അവർ എങ്ങനെ പ്രതിരോധിക്കുന്നത് കാത്തിരുന്ന് കാണണം. അതോടൊപ്പം മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ഈ രണ്ട് നേതാക്കന്മാരും മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിക്കുകയാണ്. അതിനു മുന്നിലെ രാഷ്ട്രീയം വളരെ ഗൗരവത്തോടെയാണ് കാണേണ്ടത്. കാരണം ഈ എന്തുകൊണ്ട് LDF സർക്കാർ ഇപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ തന്നെയും അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കാറിൽ കയറ്റി എന്നുള്ളതാണ് വലിയ വിവാദമൊക്കെ ആയി മാറിയത്. പക്ഷെ അതുകൂടി ന്യായീകരിച്ച് NSS ജനറൽ സെക്രട്ടറി വരുന്നു. അങ്ങനെ രണ്ട് നേതാക്കന്മാരും മുഖ്യമന്ത്രിയോട് താല്പര്യമാണ്, മുഖ്യമന്ത്രി ഏറ്റവും അടുത്ത നല്ല സുഹൃത്താണ് എന്ന് സുകുമാരൻ നായർ പറയുന്നു. മാത്രമല്ല ശബരിമല വിഷയത്തിൽ തന്നെ അവർ കോംപ്രമൈസിന് തയ്യാറാവുകയാണ്. BJP കടന്നാക്രമിക്കുകയാണ് സുകുമാരൻ നായർ. BJP ശബരിമല വിഷയത്തിന് ശേഷം അദ്ദേഹം നിലപാടിൽ നിന്ന് BJP പിന്മാറി എന്നൊക്കെ പറയുമ്പോൾ ഇവർ രണ്ടുപേരും സമദൂരമാണ് പറയുന്നതെങ്കിൽ കൂടിയും രണ്ടുപേരും LDF സർക്കാരിന് വേണ്ടി കച്ചമുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പിണറായി സർക്കാരിന്റെ തുടർഭരണം ഉണ്ടാവുമെന്ന് തന്നെ ഇവർ പ്രതീക്ഷിക്കുകയും ചെയ്യണം. പക്ഷെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ നീക്കങ്ങൾ, ഇതിന് പിന്നിലൊരു നീക്കം ഏത് കോണിൽ നിന്നുണ്ടായത് എന്നൊക്കെ തന്നെ ഇവന് വരും ദിവസങ്ങളിൽ ചർച്ചയാകുക തന്നെ ചെയ്യും. മായ, ശരി, അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. CPM മുൻ MLA S രാജേന്ദ്രൻ BJPയിൽ. തിരുവനന്തപുരത്തെ BJP ആസ്ഥാനത്തെത്തി. BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് രാജേന്ദ്രൻ BJP അംഗത്വം സ്വീകരിച്ചത്. 2006, 2011, 2016 എന്നീ കാലയളവിൽ CPMന്റെ MLA ആയിരുന്നു S രാജേന്ദ്രൻ. ഇടുക്കിയിൽ നിന്നുള്ള CPI നേതാവ് ഗുരുനാഥൻ, CPM LC അംഗം സന്തോഷ് എന്നിവരും രാജേന്ദ്രനൊപ്പം അംഗത്വം സ്വീകരിച്ചു. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ആഗ്രഹമാണല്ലോ, ഒരു ആരുടെയും അല്ലല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യവും ആഗ്രഹവും അതാണല്ലോ. നമ്മൾ ആരെയും വരണം എന്ന് ഇന്ന് വരെ ക്ഷണിച്ചിട്ടില്ല.
ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടെന്ന നിർണായക കണ്ടെത്തലുമായി VSSയുടെ പരിശോധനാ റിപ്പോർട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ എത്തിച്ച കട്ടില ദ്വാരപാലക പാളികളിൽ സ്വർണത്തിന്റെ തൂക്കം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്ന് ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തുവന്നു. പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് നാളെ ഹൈക്കോടതിക്ക് കൈമാറും. കളവുപോയ സ്വർണം എവിടെയെന്ന് ഇതുവരെ കണ്ടെത്താനാകാത്തത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാകുന്നു. SITയുടെ ഭാവി തീരുമാനിക്കുന്ന റിപ്പോർട്ടാണ് നാളെ ഹൈക്കോടതിക്ക് മുന്നിലെത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രധാനമായ കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാവുന്ന ഈ കണ്ടെത്തൽ നാളെ ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കും. 1998 ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണത്തിന്റെ ഭാരവും നിലവിലെ ഭാരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് VSSയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച കട്ടിള ദ്വാരപാലക പാളികളിലാണ് സ്വർണം കുറവ് വന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. 15 സാമ്പിളുകളിലാണ് ശാസ്ത്രീയ പരിശോധന നടത്തിയത്. ചെമ്പുപാളികളിലെ സ്വർണത്തിന്റെ അളവ് കാലപ്പഴക്കവും തിട്ടപ്പെടുത്തി. നിരവധി ചോദ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നിലവിൽ ശബരിമലയിലുള്ളത് പഴയ സ്വർണമല്ലെങ്കിൽ അത് എവിടെ പോയി എന്നതും ഇപ്പോൾ വെച്ചിട്ടുള്ളത് പുതിയ സ്വർണമാണോ എന്നതും കണ്ടെത്തണം. അതേസമയം അന്വേഷണ സംഘത്തെ പ്രതിരോധത്തിലാക്കുന്ന പല കാര്യങ്ങളും ഈ റിപ്പോർട്ടോടുകൂടി ഉയർന്നുവരികയാണ്. തന്ത്രി ഉൾപ്പെടെ പല ഉന്നതരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും കാണാതായ സ്വർണം എവിടെയെന്ന് SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. SITയുടെ അന്വേഷണത്തിൽ പരിമിതികളുണ്ടോ എന്നതും മറ്റ് ഏജൻസിയെ ഏൽപ്പിക്കണമോ എന്നതും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് നാളെ കോടതിക്ക് മുന്നിലെത്തുമ്പോൾ SITയുടെ അന്വേഷണത്തിന്റെ ഭാവി കൂടി തീരുമാനിക്കപ്പെടും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടാൻ സാഹചര്യം ഒരുക്കുന്നുവെന്നും SITയെക്കുറിച്ച് സംശയമുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. ജയിലിൽ കിടക്കുന്നവർക്ക് ജാമ്യം ലഭിക്കാൻ അവസരമൊരുക്കുന്നു. തന്ത്രി എന്തോ വലിയ തെറ്റ് ചെയ്തെന്ന് വരുത്താൻ ശ്രമിക്കുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ മനഃപൂർവ്വം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറക്കം. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. നടൻ മോഹൻലാൽ മുഖ്യാതിഥിയായിരിക്കും. 1013 പോയിന്റോടെ സ്വർണ്ണക്കപ്പിനായി കണ്ണൂരിന്റെ കുതിപ്പ് തുടരുകയാണ്. കലോത്സവ വേദിയിൽ നിന്ന് അജയ് നാഥ് ചേരുകയാണ്. അജയ്, കലോത്സവത്തിന് ഇനിയിപ്പോൾ കൊടിയിറക്കമാണ് ഇന്ന്. എപ്പോഴാണ് ചടങ്ങുകൾ ആരംഭിക്കുക? എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് അവിടെ നിന്ന്? മായ 4 മണിക്കാണ് സമാപന സമ്മേളനം നടക്കുന്നത്. എന്തായാലും ഇനി കേവലമായ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ സ്വർണ്ണക്കപ്പിൽ ആരായിരിക്കും മുത്തമിടുക എന്നറിയുവാൻ. കണ്ണൂർ അതിൻ്റെ കുതിപ്പ് തുടരുകയാണ്. തൊട്ടു പിന്നാലെ തൃശ്ശൂർ ജില്ലയുമുണ്ട്. 3-ാം സ്ഥാനത്ത് കോഴിക്കോടും തുടരുന്നു എന്നുള്ളതാണ്. ഇനി കേവലമായ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ മണിക്കൂറുകൾക്കുള്ളിൽ അറിയാൻ വേണ്ടി കഴിയും ആരാണ് ഈ സ്വർണ്ണക്കപ്പിൽ മുത്തമിടുക എന്നുള്ളത്. ഇന്നലെ മുതൽ വലിയ തിരക്കാണ്. അതായത് ഇന്നലെ ശനിയാഴ്ചയായിരുന്നു, ഇന്ന് ഞായറാഴ്ചയാണ്. വലിയ തിരക്കാണ് ഈ തേക്കിൻകാട് മൈതാനിയിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന പ്രധാന വേദിയിലാണ് സമാപന സമ്മേളനം നടക്കുന്നത്. VD സതീശനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. മോഹൻലാലും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടിയും ചേർന്നാണ് വിജയികൾക്കുള്ള സമ്മാനദാനങ്ങൾ വിതരണം ചെയ്യുന്നത്. എന്തായാലും ആ മണിക്കൂറുകളിലേക്കുള്ള ഒരു കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ് ഇനിയുള്ളത്. കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളാണ്, ഏതാനും മണിക്കൂറുകളാണ് ഇനി കടന്നു പോകാനുള്ളത്. വലിയ ആവേശത്തിലാണ് തൃശ്ശൂർ ജില്ല എന്നുള്ളതാണ്. ആദ്യ ദിവസം മുതൽ ഈ 5 ദിനങ്ങൾ വലിയ പൂര ആവേശത്തോടു കൂടിയാണ് കലോത്സവത്തെ തൃശ്ശൂർ ജില്ല സാംസ്കാരിക നഗരി ഏറ്റെടുത്തിട്ടുള്ളത്. അത് എല്ലാ അർത്ഥത്തിലും അതേ വൈബോട് കൂടി തന്നെ 5-ാം ദിനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇനി കേവലമായ മണിക്കൂറുകൾ മാത്രമാണ്. ഇനി ആഘോഷത്തിൻ്റെ നാളുകളാണ്. തൃശ്ശൂർ ജില്ല കപ്പിൽ, അതായത് സ്വർണ്ണക്കപ്പ് വീണ്ടും തുടരുമോ, ജില്ലയിൽ തന്നെ നിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി കേവലമായി നമുക്ക് നോക്കി കാണേണ്ടത്. എന്തായാലും കണ്ണൂർ വലിയ ആധിപത്യത്തോടുകൂടിയുള്ള കുതിപ്പ് തുടരുന്നു. അപ്പോഴും ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമായിരുന്നു ഈ ഒരു ദിവസങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് പോലും കടക്കുമോ എന്ന തരത്തിലേക്കുള്ള സംശയം ജനിപ്പിച്ചുകൊണ്ടാണ് ഈ കലോത്സവം മുന്നോട്ട് പോയത്. വളരെ ആവേശത്തോടുകൂടി തന്നെ തൃശ്ശൂർ ജില്ല കലോത്സവത്തെ വരവേൽക്കുന്നു. സമാപന സമ്മേളനവും വലിയ ആവേശത്തോടുകൂടി ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. മായ, അജയാണ് കലോത്സവ വേദിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കലോത്സവ വേദിയിൽ ചെണ്ട തായമ്പക മത്സരത്തിനിടെ ആശങ്കയും ആത്മവിശ്വാസവും ചേർന്ന ഒരു നിമിഷം.
സഹോദരിയുടെ പിന്തുണയോടെ വേദി കീഴടക്കി സമ്മാനം നേടിയ ഒരു വിദ്യാർത്ഥിയുടെ കഥയാണ് ഇനി. കലയുടെ മാനത്ത് ആശങ്കയുടെ മുഖങ്ങൾ, പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയെത്തുന്ന കുരുന്നുകളുടെ തിരക്കാണ് കലോത്സവ വേദിയിലാകെ. എന്നാൽ വേദി 15 വിടർന്നു നിൽക്കുന്ന താമരയിലെത്തിയപ്പോൾ ആദ്യം കണ്ടത് ആശങ്കയുടെ ഒരു മുഖമായിരുന്നു. തായമ്പക മത്സരത്തിന് വേദിയിലെത്തിയ അനിയന് കൂട്ടായി വന്ന സഹോദരി ചെണ്ട കയ്യിൽ പിടിച്ചിരിക്കുമ്പോഴും വലിയ ആശങ്കയിലായിരുന്നു ഇരുവരും. കാരണമന്വേഷിച്ച് അടുത്തെത്തിയപ്പോഴാണ് പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലായത്. മത്സരത്തിനായി വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടിയിരുന്ന സ്വന്തം ചെണ്ട മറന്നുപോയതിന്റെ ആശങ്കയായിരുന്നു ആ കണ്ണുകളിൽ. വേദിക്കരികിലിരുന്ന് പരസ്പരം നോക്കിയ അവർ മനസ്സ് പിടിച്ചു നിർത്താൻ തന്നെ പാടുപെടുന്നുണ്ടായിരുന്നു. സ്വന്തം ചെണ്ട എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും സമയമടുത്തതോടെ കൊണ്ടുവന്ന ചെണ്ടയിൽ മത്സരിക്കേണ്ടി വന്നു. വാക്കുകളില്ലാതെ തന്നെ അവൾ അവന്റെ കയ്യിൽ പിടിച്ച് ധൈര്യം പകർന്നു. ഒടുവിൽ മത്സരത്തിന് വിളിവന്ന നിമിഷം ചങ്കിടിപ്പോടെ അവൻ വേദിയിലേക്ക് കയറി. ആദ്യതാളം ചെണ്ടയോട് സംസാരിക്കുന്ന പോലെ. പിന്നെ മുറുകി. വേദി മുഴുവൻ മേളത്തിലലിഞ്ഞു. ഈ മത്സരത്തിന് പിന്നിൽ മറ്റൊരു ബന്ധവും ഉണ്ടായിരുന്നു. സഹോദരിയുടെ ഭർത്താവാണ് അനന്തുവിന്റെ പരിശീലകനും മാർഗദർശകനും. ദീർഘകാല പരിശീലനത്തിലൂടെ ചെണ്ടയുടെ താളവും ലയവും പഠിപ്പിച്ച ഗുരു. സ്വന്തം ചെണ്ട ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും പരിശീലനത്തിലൂടെ നേടിയ ആത്മവിശ്വാസമാണ് അവനെ മുന്നോട്ട് നയിച്ചത്. അങ്ങനെ കഠിനാധ്വാനത്തിന്റെ ഫലം എന്താകുമെന്ന ആകാംക്ഷ അവനേക്കാൾ ചേച്ചിക്കായിരുന്നു. ഒടുവിൽ പ്രയത്നത്തിനും ആത്മവിശ്വാസത്തിനും ഫലം അവനെ തേടിയെത്തി. തായമ്പക മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ ടീമിനും എ ഗ്രേഡ്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം ശ്രുതി ശ്രീദിവ്യ, അമൃത ന്യൂസ്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തെ പിന്തുണയ്ക്കാത്തതിന്റെ പേരിൽ 8 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ചുമത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡെൻമാർക്ക്, ജർമ്മനി, ഫ്രാൻസ്, UK, നെതർലാൻഡ്, ഫിൻലാൻഡ്, നോർവേ, സ്വീഡൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് തീരുവ ചുമത്തിയത്. ട്രംപിന്റെ നിലപാടിനെ എതിർത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണം അമേരിക്കയും ഇസ്രയേലുമാണെന്ന് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി. ട്രംപിനെ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ച ഖമേനി ഇറാനിലെ മരണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ഉത്തരവാദി അമേരിക്കയും ഇസ്രയേലുമാണെന്ന് കുറ്റപ്പെടുത്തി. അതേസമയം നിലവിലെ ഇറാൻ ഭരണകൂടം മാറണമെന്നും സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്നത് ഇറാൻ നിർത്തണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ന്യൂസിലാൻഡിനെതിരായ നിർണായക ഏകദിനത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. 2ാം മത്സരം തോറ്റ ടീമിൽ ഒരു മാറ്റവുമായാണ് ഇന്ത്യ 3ാം മത്സരത്തിന് ഇറങ്ങുന്നത്. പേസർ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം അർഷ്ദീപ് സിംഗ് ഇന്ത്യയുടെ പ്ലേയിംഗ് 11-ലെത്തി. നിതീഷ് കുമാർ റെഡ്ഡിയും രവീന്ദ്ര ജഡേജയും ഇന്ത്യയുടെ പ്ലേയിംഗ് 11-ൽ സ്ഥാനം നിലനിർത്തി. കഴിഞ്ഞ 6 വർഷമായി സ്വന്തം മണ്ണിൽ ഒരു ഏകദിന പരമ്പര പോലും തോറ്റിട്ടില്ലെന്ന റെക്കോർഡ് നിലനിർത്താൻ ഇന്ത്യക്ക് ഇന്ന് വിജയം അനിവാര്യമാണ്. അതേസമയം ജയിച്ചാൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു പരമ്പര വിജയമെന്ന ചരിത്ര നേട്ടത്തിനരികിലാണ് കിവീസ്. വിജയ് ഹസാരെ ഫൈനൽ ഇന്ന് വിദർഭ സൗരാഷ്ട്രയെ നേരിടും. സൗരാഷ്ട്ര 3ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ന് കളത്തിലിറങ്ങുന്നത്. അതേസമയം വിദർഭയുടെ ലക്ഷ്യം കന്നിക്കിരീടമാണ്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ. നമസ്കാരം.